ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മടി പിടിച്ച സൺഡേ എന്നാണ് ഞാൻ പറയുക. കാരണം വെച്ചാൽ ഞാനിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ 8 മണിയായപ്പോൾ എഴുന്നേറ്റത്. ഞാൻ അലാറം വെച്ചില്ലായിരുന്നു, മനഃപൂർവ്വമാണ്. ഇന്ന് എനിക്ക് കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ 8 മണിയായപ്പോൾ എഴുന്നേറ്റേ. അപ്പോൾ കുട്ടികളും ഇച്ചയും കൂടി ഇരിക്കുമ്പോൾ എഴുന്നേറ്റുണ്ടായിരുന്നു. അവർ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. ഞാൻ പറഞ്ഞിരുന്നു ഞാനന്ന് പള്ളിയിൽ വരുന്നില്ല, അവരോട് പൊക്കോളം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ റെഡിയായി അങ്ങ് പോയി. ഞാൻ പതുക്കെ എഴുന്നേറ്റ് വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ട് എൻ്റെ പ്ലാന് റെഡിയാക്കാൻ അങ്ങ് തുടങ്ങി. വേറൊന്നുമല്ല, ഞാൻ എപ്പോഴും എൻ്റെ സൺഡേയിലെ വർക്കുകൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും എപ്പോഴും അന്നത്തെ ദിവസം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യും. അപ്പോൾ എന്നിട്ട് അത് ഓർഡർ അനുസരിച്ച് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അതങ്ങ് എഴുതുവാണ്. ഇപ്പം ഞാൻ സൺഡേ മാത്രമല്ല, ചില ദിവസം നമുക്ക് ജോലിയുള്ള ദിവസമാണെങ്കിലും നമുക്ക് വല്ലാത്തൊരു മടി തോന്നുന്ന ദിവസങ്ങളുണ്ടാകും. അന്നത്തെ ദിവസം ഞാൻ ഇതുപോലെ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് തീരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ലിസ്റ്റ് ഡൗൺ ചെയ്തു. ഇനി അടുക്കളയിൽ കയറി ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നത്തെയും പോലെ ചോറ് റെഡിയാക്കുകയാണ്. കാരണം ചോറ് ഫസ്റ്റ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ബാക്കി ജോലികളെല്ലാം ചെയ്ത് തീർക്കാമല്ലോ. അപ്പോൾ അപ്പം ചോറിനുള്ള വെള്ളം വെച്ചു. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുടിവെള്ളം വെച്ചു. എൻ്റെ ഇലക്ട്രിക് കെറ്റിൽ കേടായി പോയതുകൊണ്ട് അപ്പോൾ സെപ്പറേറ്റ് കലത്തിൽ തിളപ്പിച്ചെടുക്കുക ചെയ്യണേ. ഇന്ന് ഉച്ചത്തേക്ക് മെഴുക്ക് പുരട്ടി നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടാവും. ഒരു കോവലോ വഴുതനങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ പറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു മെഴുക്ക് പുരട്ടിയുള്ളത് നമുക്ക് കിട്ടി. കുറച്ച് പച്ചമുളകും ഉണ്ടായിരുന്നു, അതും പറിച്ചെടുത്തു. അപ്പോഴത്തേക്കും കുടിവെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ഗ്രാമ്പൂ ഇട്ടു. പിന്നെ അത് കുറച്ച് വെള്ളം ഞാൻ ചൂടുവെള്ളം മാറ്റിയെടുത്തു. കാരണം എനിക്ക് ഹെന്ന ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതൊരു ചായപ്പൊടി ഇട്ട്, ചായ വെള്ളത്തിലാണല്ലോ നമ്മൾ ഹെന്ന കലക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യട്ടെ, എന്നാലല്ലേ അതിലേക്കെല്ലാം നന്നായിട്ട് അലിയുള്ളൂ. പിന്നെ ഞാനപ്പോഴത്തേക്കും നമുക്ക് വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ കുറച്ച് സ്റ്റെയിൻ എന്തായാലും പോകണമല്ലോ, കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിടുമല്ലോ. അപ്പോൾ അത് അപ്പോഴത്തേക്കും അരിഞ്ഞെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു ഓർഡറിൽ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയില്ല. എല്ലാം ഓരോ സൈഡിൽ കൂടെ പ്ലാൻ ചെയ്തങ്ങ് നീങ്ങുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണികൾ തീരും. അപ്പോഴത്തേക്കും കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം മാറ്റിയെടുത്ത് വയ്ക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ലിഡ് ഓപ്പൺ ആക്കിയിടും. അപ്പോഴത്തേക്ക് അതിൽ ഫുൾ എയർ പോയി തീർന്ന് നമുക്ക് ഒന്ന് തിളപ്പിച്ചിടാൻ പാകത്തിന് കിട്ടും. അപ്പോൾ സൈഡിൽ കൂടെ ഞാനപ്പോൾ തോരൻ ഉണ്ടാക്കുകയാണ്. മെഴുക്കുവരട്ടി ഞാൻ ഉണ്ടാക്കുമ്പം എപ്പോഴും ഒരു സവാള ഇട്ട് വഴറ്റി ഉണ്ടാക്കണം. ഞാൻ തേങ്ങ യൂഷ്വലി തോരനായിട്ട് ഉണ്ടാക്കാറില്ല, മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കി. അതിൻ്റെ സമയം കൊണ്ട് കുക്കറിൽ ചോറ് റെഡിയായി. അപ്പോൾ അതൊന്ന് കലത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനത്തെ ഒരു തവിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലത്. ഇങ്ങനെ വാരിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്കതിലെ കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം നമുക്ക് ഒഴിവായി കിട്ടും. അത് അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ പാത്രങ്ങൾ നമുക്ക് കഴുകാനുള്ളതെല്ലാം കഴുകിയെടുക്കുകയാണ്. അപ്പോഴത്തേക്കും ചോറ് തിളപ്പിച്ച് നമുക്കത് വാർക്കാം. പിന്നെ ഇപ്പോൾ ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കള അങ്ങ് നീറ്റാവും. കാരണം കറിയാകും, ചോറും ആകും. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിന്ന് ഒന്നും കഴിച്ചില്ല എന്ന് ഓർത്തത്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഓട്സ്, എനിക്ക് സൺഡേകളിലൊക്കെ ഇങ്ങനെ ഞാൻ ഓട്സാണ് യൂഷ്വലി കഴിക്കുന്നത്, അതാണ് ഇഷ്ടം. അപ്പോൾ ഒരു കുറച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തൊക്കെ അങ്ങനെ നമ്മുടെ ഓട്സ് അങ്ങ് റെഡിയാക്കി. എന്തായാലും തിളച്ച് കഴിഞ്ഞൊന്ന് കുറച്ച് ചൂടാറിയിട്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുക്കള കണ്ടോ, അത് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് വന്നു, ഹെന്ന ഇടുന്നതിന് മുമ്പ്. അത് ഉണങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഓട്സ് കഴിച്ചു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിച്ചു. അടുത്തത് ബെഡ്ഷീറ്റും ഇട്ടിട്ട് ഇങ്ങ് പോന്നു. പിന്നെ ഞാൻ കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുമ്പോഴത്തേക്കും ഞാനത് എനിക്കിങ്ങനെ ഓരോ ബോട്ടിൽ കിട്ടുമ്പോഴത്തേക്കും അതെല്ലാം ഞാനിങ്ങനെ വാഷ് ചെയ്തെടുത്ത് വയ്ക്കും. കാരണം നമുക്ക് ഓരോരോ ചെറിയ സാധനങ്ങൾ, ഇപ്പോൾ ഏലക്ക, ഗ്രാമ്പു പോലുള്ളത് ഇടാൻ ഇങ്ങനത്തെ കുപ്പി മതിയല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് മേടിച്ചതല്ല, എനിക്ക് അതെന്തിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഞാനത് കിട്ടിയപ്പോൾ നല്ല കുപ്പിയാണെന്ന് തോന്നി. അപ്പോൾ തന്നെ അതങ്ങ് എടുത്തു വെച്ചു.
കഴുകിയെടുത്ത് വെച്ചു. അതിലൊരു റിങ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതങ്ങ് ഊരിക്കളഞ്ഞു. പിന്നെ പുതിയൊരു ഓയിൽ ക്യാൻ മേടിച്ചായിരുന്നു. കുറേ അധികം ഓയിൽ ക്യാൻ ഞാൻ പരീക്ഷിച്ച് നോക്കി, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ദേ ഇങ്ങനത്തെ ടൈപ്പ് ഓയിൽ ക്യാൻ കണ്ടത്. യൂട്യൂബിലൊക്കെയാണ് ഫസ്റ്റ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞാനത് ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒന്ന് നോക്കിയപ്പോഴത്തേക്കും റേറ്റൊക്കെ കുറവാണ്. പക്ഷേ റിവ്യൂസ് ഇട്ടതിൽ കണ്ടു അതിനൊട്ടും കട്ടിയില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ മേടിച്ച് പരീക്ഷിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഷോപ്പിൽ നിന്ന് പോയി മേടിച്ചു. ഗ്ലാസ് ബോട്ടിൽ മേടിച്ചില്ല, പ്ലാസ്റ്റിക്കാണ് മേടിച്ചത്. കാരണം രാവിലെ ഞാൻ തിരക്കിട്ട് പണിയാകുമ്പോൾ ഞാൻ തന്നെ അത് പൊട്ടിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് മേടിച്ചത്. പിന്നെ കുറച്ച് ഐറ്റംസ് എനിക്ക് റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് എടുത്തു വെച്ചു. അപ്പോഴത്തേക്കും കുട്ടികൾ വന്നു, പള്ളിയിൽ പോയിട്ട് അവർ വന്നത് കപ്പയും ചിക്കനൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചിക്കൻ കറി ഇച്ച വെച്ചോളും, അദ്ദേഹത്തിന് അതൊന്ന് കഴുകിയൊക്കെ നമ്മൾ കൊടുത്താൽ മതി. കഴുകി കൊടുത്തും പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് സൈഡിൽ നിന്ന് ചെയ്തോളും. അദ്ദേഹത്തിന് അതിനൊരു പ്രത്യേക കഴിവാണ്, ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഏരിയയിൽ കൈ കടത്താറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ സവാള അരിഞ്ഞ് വഴറ്റുമല്ല ചെയ്യുന്നത്, അത് മിക്സിയിലിട്ട് സവാളയും തക്കാളിയും കൂടി അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഗ്രേവി ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഭാഗത്തിന് ഞാനങ്ങ് അരിഞ്ഞു കൊടുത്തു. ഞങ്ങളെപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഈ ഉരുളിയിലാട്ടോ. ഈ ഉരുളിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഗ്യാസിലൊന്നും വെച്ചാൽ നഷ്ടമൊന്നും വരില്ല. ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല എളുപ്പമാണ്. ഒത്തിരി ഓയിലും അബ്സോർബ് ചെയ്തെടുക്കത്തില്ല. നമുക്ക് അത് പെട്ടെന്ന് തന്നെ അതിൽ കുക്കായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതെന്ന് കൊണ്ട് പറയേണ്ടി വരും. അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെ നിന്ന് ഓരോന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് തൊണ്ട് കളഞ്ഞെടുത്തു. അത് ഞാൻ ഇട്ടുകൊണ്ട് വന്നപ്പോഴാണ് ഓർത്തത് അത് ചെറിയ കുക്കറായിരുന്നല്ലോ എന്ന്. പിന്നെ അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും വേറൊരു കുക്കറിലേക്ക് പകർത്തിയിട്ടാണ് നമുക്ക് അടുപ്പത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുക്കറിൽ വയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അത് ഫില്ലാണത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത കുക്കറിലേക്ക് പകർത്തി അതങ്ങ് അടുപ്പത്തിട്ട് വെച്ചു. നമ്മൾ ഈ കുക്കറിൽ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഒരു വിസിലൊക്കെ അടിച്ചാൽ മതിയായിരിക്കും കേട്ടോ, അത് പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് മോളാണ് ഹെന്ന ചെയ്ത് തരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് മൊത്തം അങ്ങ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ട് എൻ്റെ മദറിലോയും എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കപ്പയും ചിക്കൻ കറിയൊക്കെ അവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെന്ന ചെയ്ത് മുടിയൊക്കെ കെട്ടി വെച്ചോട്ട് പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി ലഞ്ച് കഴിക്കാനിരിക്കുകയാണ്. കപ്പയും ചിക്കൻ കറിയാണ് മെയിൻ ഐറ്റം. എന്നാലും കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഒരു ചോറുണ്ടില്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയില്ല എന്നൊരു ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറും കൂടി ഉണ്ണാന്ന് ഓർത്തു. അങ്ങനെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കഴിഞ്ഞു. അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കഴിഞ്ഞ ആഴ്ച മൊത്തം തിരക്കായതുകൊണ്ട് എൻ്റെ കണക്കുകളൊന്നും എഴുതി വെച്ചിട്ടുണ്ടായില്ല. കണക്കുകളെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വരവ് ചെലവ് കണക്കുകൾ തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരെ ഞാൻ കണക്ക് എഴുതി വരും. ഒരു 5 രൂപയാണ് ഞാൻ ചിലവാക്കിയെങ്കിലും അത് ഞാൻ എഴുതി വയ്ക്കും. പിന്നെ അപ്പോഴത്തേക്ക് ഹെന്നയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹെയർ വാഷ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഹെയർ വാഷ് ചെയ്ത് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ആ കണക്കും കംപ്ലീറ്റ് ചെയ്തു ഇരിക്കുമ്പോഴത്തേക്കാണ് അമ്മു വരുന്നത്. അമ്മു റെഡിയാക്കിയ ജേർണൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വെക്കേഷൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരുടെയും കൂടി പരിപാടിയായിരുന്നു ജേർണൽസ് റെഡിയാക്കുക. അപ്പം അവരുടെ ഓരോ ഐഡിയയ്ക്ക് ചെയ്തേക്കണു, എന്തായാലും നന്നായിരുന്നു. അപ്പം മുടി ദേ ഇങ്ങനെ ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് കളർ കൂടി കിട്ടണമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ക്രാഫ്റ്റ് ഏരിയ ആണ്. അത് ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് വേസ്റ്റ് എല്ലാം എടുത്ത് കളയാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് എൻ്റെ വർക്കിലേക്ക് പോയി ക്ലീനിങ് കാര്യങ്ങൾ അപ്പോൾ ആ സമയം കൊണ്ട് അവരുടെ റൂമും കാര്യങ്ങളും ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയത്തില്ലല്ലോ അവർക്ക് വേണ്ട സാധനങ്ങൾ ഏതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വിഷമമാവുമല്ലോ, അതുകൊണ്ട് അത് അവരെ തന്നെ ഏൽപ്പിച്ചു. അത്യാവശ്യം കൂടുതലുണ്ടായ വേസ്റ്റൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ബാക്കി അവരെല്ലാം റൂം സെറ്റ് ചെയ്ത് എന്നെ വിളിച്ചതേ കാണിച്ചു. ഇതെല്ലാം അവരിങ്ങനെ ചെയ്ത് വെക്കുന്ന ഓരോ ക്രാഫ്റ്റുകളാണ് കേട്ടോ.
അവരിങ്ങനെ ഫോണിൽ ഓരോന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ അവർ സെർച്ച് ചെയ്ത് ഓരോന്ന് കണ്ടുപിടിക്കും. അതവർ പരീക്ഷിച്ച് നോക്കും. പിന്നെ അപ്പോൾ പോയിട്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് നേരം റീൽസ് പിടിക്കാൻ ഇറങ്ങി. അമ്മൂനൊന്ന് പുന്നാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവളെ പുന്നാരിച്ചു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ ഞങ്ങളങ്ങ് ഡിന്നർ കഴിക്കാനായിട്ടിരുന്നു. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്നുദേ ഇന്നത്തെ ഓരോ ക്രാഫ്റ്റ് ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് ചെയ്തിട്ട് കൊണ്ട് കാണിച്ചു. കൊള്ളാമായിരുന്നു എല്ലാം. പിന്നെ ഡിന്നറും കഴിഞ്ഞു. അടുക്കള ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടുക്കളയും ക്ലീൻ ചെയ്ത് പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. പിന്നെ അന്നത്തെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് നോക്കി. പിന്നെ ബെഡ്റൂം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നാളത്തേക്കുള്ള യൂണിഫോം റെഡിയാക്കി വെച്ചു. ഇന്നലെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡേ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതും പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേദിവസം തന്നെ നമ്മൾ യൂണിഫോം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തിരക്ക് പിടിച്ച് ഓടണ്ടല്ലോ. അപ്പോൾ അതും റെഡിയാക്കി എടുത്ത് വെച്ചു. കുറച്ച് നേരം പോയി കിടന്നു. അമ്മൂൻ്റെ ഹെയറും കെട്ടിക്കൊടുത്തു. അപ്പോൾ ഗുഡ് നൈറ്റ്.